മുന്നോട്ട് തന്നെ പോവുക. ഒഴുക്കിനെതിരെ ശക്തമായി മുന്നോട്ട് തന്നെ നീങ്ങുക. സങ്കീർത്തനങ്ങൾ 141:3 ഇപ്രകാരം പറയുന്നു: യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഇതിനകം വാക്കുകളുടെ പ്രാധാന്യവും വായെ സൂക്ഷിക്കേണ്ടതും നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കട്ടെ. മറ്റുള്ളവർ തെറ്റായ വാക്കുകൾ പറയുമ്പോൾ, നിങ്ങൾ തന്നെ തെറ്റായ വാക്കുകൾ പറയുമ്പോൾ അറിവും ബോധവുമുള്ളൊരു വ്യക്തിയെപ്പോലെ പെരുമാറുമല്ലോ. പലരും, മിക്ക വിശ്വാസികൾ പോലും പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ ആശ്ചര്യം തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ കാഠിന്യ നിമിത്തം ജീവിത കാഠിന്യവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി നമുക്ക് കാണാം. ഓരോ കാര്യങ്ങളിലും ദൈവം എന്തു പറയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതുപോലെ സംസാരിക്കുന്നുവെങ്കിൽ അതിശക്തമായ ദൈവിക പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. കഴിഞ്ഞ 16 ദിവസം ഈ വിഷയത്തിൽ ശ്രദ്ധാപൂർവമായ പ്രവർത്തനമാണ് വാക്കുകളുടെ വിഷയത്തിൽ നിങ്ങൾ കാഴ്ചവെച്ചതെങ്കിൽ ഇതിനകം വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിരിക്കും. എന്നിരുന്നാലും വിശ്വാസം നിറഞ്ഞ ദൈവിക വാക്കുകൾ തുടർച്ചയായി സംസാരിക്കുക എന്നത് വളരെ എളുപ്പം ഉള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കി കാണുമല്ലോ. ഏത് സമയവും ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ഈ വിഷയം മുറുകെ പിടിക്കുകയും ചെയ്താൽ നിങ്ങൾ അറിയാതെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകം ദൈവവചനത്തിന് വിരോധമായ ഒരു നദിയുടെ ശക്തമായ ഒഴുക്കുപോലെയാണ്. ആ ഒഴുക്ക് എപ്പോഴും നിങ്ങളെ അതിനോടൊപ്പം വലിച്ചുകൊണ്ടു പോകുവാൻ ശ്രമിക്കും. വിശ്വാസം മൂലം ജീവിക്കുകയും വിശ്വാസം മൂലം സംസാരിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഒഴുക്കിന് വിരോധമായി തുഴയുക, മുന്നോട്ടു പോവുക എന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ പരിശ്രമം ആവശ്യമാണ്, വിശ്വാസത്തിന്റെ ഒരു പരിശ്രമം. ഇത് തുടർച്ചയായ ഒരു ജീവിതക്രമമാണ്. ഈ പരിശ്രമത്തിൽ നിന്ന് ഒരു ദിവസം പോലും അവധി എടുക്കുവാൻ സാധിക്കുകയില്ല. ദൈവിക സ്വസ്ഥതയോടും പ്രത്യാശയോടും പിടിവിട്ടു പോകാതെ ലോകത്തിന്റെ ഒഴുക്കിനെതിരെ തുഴയുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒഴുക്കിനൊപ്പം കൈവിട്ടു പോവുക എന്നത് താങ്ങാനാകാത്ത ഒരു തകർച്ചയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു കാവൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ഒരു കാവൽ, ജാഗ്രതയുടെ ഒരു കാവൽ ഇന്നു മുതൽ നിങ്ങൾ തന്നെ ഏർപ്പെടുത്തുക. തുടർച്ചയായ ദൈവവചനം കൊണ്ട് നിങ്ങളുടെ വായെ നിറയ്ക്കുവാൻ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം ഇന്നെടുക്കുക. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. ദൈവവചനം തന്നെ നിങ്ങളുടെ അധരങ്ങൾക്കൊരു കാവൽ നിൽക്കട്ടെ. അപ്രകാരമായാൽ ഒഴുക്കിനെതിരെയുള്ള നിങ്ങളുടെ യാത്ര സുഗമം ആയിരിക്കും, സന്തോഷം നിറഞ്ഞത് ആയിരിക്കും. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കാമോ? വാക്കുകൾ ക്രമീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിൽ, ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ തീഷ്ണത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഇതൊന്ന് സമയമെടുത്ത് നിങ്ങൾ ഇന്ന് പരിശോധിക്കാമോ? അങ്ങനെയെങ്കിൽ അതിൽ പശ്ചാത്തപിച്ച് ഒരു തിരിച്ചുവരവ് ഇന്ന് തന്നെ നടത്തണം. നിങ്ങളുടെ വാക്കുകൾ ഉടൻ തന്നെ ക്രമീകരിച്ച് ഒഴുക്കിന് വിരോധമായി ക്രിസ്തുവിന് അനുകൂലമായൊരു ജീവിത മുന്നേറ്റം നിങ്ങൾ തന്നെ ഇന്ന് നടത്തണം.